പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ പൊളിറ്റിക്കൽ പിമ്പ് എന്ന് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയത്തിലെ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരൻ കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലുള്ളൊരു വ്യക്തിയല്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു നേതാവ് എന്നൊന്നും എനിക്ക് പറയാൻ വയ്യ. നേതാവായിട്ടൊന്നും അയാളെ പരിഗണിക്കാൻ കഴിയില്ല. അയാളൊരു രാഷ്ട്രീയക്കാരനാണെന്ന്, രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ വാക്കിന് പോലും അയാൾ യോഗ്യനാണോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാൾ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ മേഖലയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അയാൾ CPM-നകത്ത് അയാൾ ദേശാമാനിയിലെ ദീർഘകാലം ദേശാമാനിയിലെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. കുറച്ചു കാലമാണ് കേരളത്തിൽ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ ജോലി ചെയ്തു. ആ ഡൽഹിയിൽ ജോലി ചെയ്ത സമയത്തും മാധ്യമപ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സേവ പിടിക്കലും അവരുടെ ഗുഡ് ബുക്സിൽ വന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കലും ഡൽഹിയിൽ വരുന്ന CPM-ൻ്റെ നേതാക്കന്മാരുമൊക്കെ ആയി നല്ല ബന്ധം സ്ഥാപിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുമൊക്കെ ആയിരുന്നു അയാളുടെ ജോലി. മാധ്യമപ്രവർത്തകൻ എന്നാണ് അയാൾ അവകാശപ്പെട്ടു പോകുന്നത്. അയാളുടെ പേരാണ് ജോൺ ബ്രിട്ടാസ്. അയാൾ വഹിച്ചിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ, കേരളത്തിലെ പാർട്ടിയിൽ അയാൾ വഹിച്ചിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളാകെ അത്ഭുതപ്പെട്ടു പോകും. കുറേ കാലം അയാൾ ഡൽഹിയിൽ ദേശാഭിമാനിയിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് ഏതാണ്ടൊരു കുറച്ച് കാലം അയാൾ അന്ന് VS അച്യുതാനന്ദൻ പക്ഷക്കാരനായിരുന്നു. 2001-2000 എൻ്റെ ഓർമ്മ, കൈരളി ചാനൽ രൂപീകരിച്ച സമയത്ത് അയാൾ പിണറായി പക്ഷത്തേക്ക് മലക്കം മറിയുകയും അയാൾ കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാവുകയും ചെയ്തു. ഇപ്പോഴും അയാൾക്ക് കൈരളിയുമായിട്ടുള്ള ബന്ധം അയാൾ വിട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാൾ ഒരു രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ തന്നെ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി UDF-മായി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി താൻ സംസാരിച്ചു എന്നുള്ള കാര്യം അയാളുടെ വെളിപ്പെടുത്തലിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായി കഴിഞ്ഞ ഒരു കാര്യമാണ്. താൻ ആ ഒരു കൂട്ടിക്കൊടുപ്പ് നടത്തി എന്നുള്ളത് അയാളും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, അയാൾ കൈരളിയിൽ ഉന്നത സ്ഥാനത്ത് 2000-ൻ്റെ തുടക്കത്തിൽ നിയമിതനായി. അതിനുശേഷം അയാൾ നേതൃത്വത്തിൻ്റെ ഒരു വിശ്വസ്ത വിനീത വിധേയനായി നിന്നു. അതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം അയാളെ കുറച്ചു കാലം ഏഷ്യാനെറ്റിലേക്ക് ഒരു ഉന്നത തസ്തികയിലേക്ക് വിട്ടു. അവിടുന്ന് തിരിച്ച് ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരവും അയാൾ കൊടുത്തു. അവസരവും പാർട്ടി അയാൾക്ക് നൽകി. അയാൾ തിരിച്ചു വന്നു. അയാൾ തിരിച്ചു വന്നതിനെ തുടർന്ന് അയാൾ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായി അദ്ദേഹം നിയമിതനായി. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സ്ഥാനത്ത് നിന്നിറങ്ങിയ ഇറങ്ങിയ ഉടനെ തന്നെ ഒട്ടേറെ സീനിയർ നേതാക്കന്മാരുടെ തലയ്ക്ക് മുകളിലൂടെ അയാളെ പിണറായി വിജയൻ രാജ്യസഭ അംഗമാക്കി. സുഹൃത്തുക്കളെ, രാജ്യസഭ അംഗമാക്കിയതിന് തുടർന്നും അയാൾ ഈ നടത്തിക്കൊണ്ടിരുന്നത് ഈ കൂട്ടിക്കൊടുപ്പായിരുന്നു. അയാൾ രാജ്യസഭ അംഗമായതിനെ തുടർന്ന് അയാൾ രാജ്യസഭയിൽ BJP-ക്കെതിരെ ഘോരം പ്രസംഗിക്കുന്ന ആ പ്രസംഗങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതായത് മോഡി സർക്കാരിനെ അതിശക്തമായി എതിർക്കുന്നു, അമിത്ഷായെ അതിശക്തമായി എതിർക്കുന്നു, മോദി സർക്കാരിൻ്റെ വർഗീയ പ്രീണന നയങ്ങളെ അയാൾ അതിശക്തമായി എതിർക്കുന്നു. ഇതൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്നാൽ അതിശക്തമായിട്ടുള്ള ഈ എതിർപ്പ് മോദി സർക്കാരിനെതിരെ തുടരുന്ന സമയത്ത് തന്നെ മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി അയാൾക്കുള്ള ബന്ധം അയാൾ നിലനിർത്തിപ്പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം. അതായത് പിണറായി വിജയന് BJPയുടെ ഉന്നത നേതൃത്വമായിട്ടുള്ള ഒരു പാലമായിരുന്നു ഈ കൂട്ടിക്കൊടുപ്പ്, ഈ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള ഈ ജോൺ ബ്രിട്ടാസ് എന്ന് നമുക്ക് കാണാൻ കഴിയണം. ഇപ്പം നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുമായി പിണറായി വിജയനുള്ള ബന്ധം പരസ്യമാണ് എല്ലാവർക്കും. ആ ബന്ധത്തിലും ഒരു പാലമായി നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്നു പോന്നിരുന്നത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചകളിൽ പോലും പിണറായി വിജയനോടൊപ്പം സ്ഥിരം സന്നിഹിതനായിരുന്നത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജയ്ദീപ് ധൻഖർ, അയാളുമായിട്ടും വലിയ തോതിലുള്ള ബന്ധം, ആത്മബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ളത് നമുക്ക് കാണാം. എന്തിനു പറയുന്നു, നരേന്ദ്രമോദിയെ കാണാൻ പിണറായി വിജയൻ പോകുന്ന സമയത്തും എപ്പോഴും കൂടെ കൂട്ടിയിരുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അപ്പോൾ ഒരു വശത്ത് മോദി സർക്കാരിനെ അതിശക്തമായി എതിർക്കുന്നു എന്നുള്ള ഒരു ധാരണ പരത്തുക, അങ്ങനെ പരത്തിക്കൊണ്ട് തന്നെ BJPയിലെ ഉന്നത നേതാക്കന്മാരുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് പിണറായി വിജയന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ, ഒരു ദലാൾ എന്നുള്ള നിലയിലും ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ കാണണം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമരം ഒത്തുതീർക്കാൻ വേണ്ടി UDFുമായി ഈ കൂട്ടിക്കൊടുപ്പ് പണി അല്ലെങ്കിൽ ദല്ലാൾ പണി ചെയ്തു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇയാളാണെന്ന് വന്നിരിക്കുന്നു. ഇയാൾ ഈ പണി ഇപ്പോൾ മാത്രമല്ല, നമുക്കറിയാം വിക്കിലീക്സ് പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്. CIAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിനിധികൾ കേരളത്തിൽ വന്നപ്പോൾ CPMനകത്ത് VS അച്യുതാനന്ദനെതിരെ ഈ പറഞ്ഞ പോലെ CIAയുടെ ആളുകൾക്ക് പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഈ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്നുള്ള കാര്യം വിക്കിലീക്സ് പുറത്തു വന്ന് നമ്മളത് മനസ്സിലാക്കിയതാണ്. CPMനകത്ത് CPMനെ തകർക്കുന്നയാൾ VS അച്യുതാനന്ദനാണെന്നും CPMനെ പരിഷ്കരിക്കുന്നയാൾ പിണറായി വിജയനാണെന്നും ഉള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ചോർത്തിക്കൊടുത്തത് ഈ ജോൺ ബ്രിട്ടാസ് ആണെന്നുള്ള വിവരം അന്ന് പുറത്തു വന്നതാണ്. ഇപ്പോൾ വളരെ കൃത്യമായി അയാൾ സമ്മതിച്ചിരിക്കുന്നു, താനാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്നുള്ള അയാൾ സമ്മതിച്ചിരിക്കുന്നു. സോളാർ സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഇയാൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സമരം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് ഇയാൾ ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ സംസാരം അയാൾ നടത്തിയത് എപ്പോഴാണ്? ഈ സംസാരം അയാൾ നടത്തിയത് സോളാർ സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. സോളാർ സമരം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് വൈകിട്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് താൻ UDFിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചു എന്ന് ഇയാൾ പച്ച പരസ്യമായി സംസാരിച്ചിരിക്കുകയാണ്. ഇതിൽ പരം ദല്ലാൾ പണി, ഇതിൽ പരം രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടിക്കൊടുപ്പ് വേറെ ആരെങ്കിലും നടത്താൻ ഉണ്ടോ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്ക്. ഏതാണ്ടൊരു 1,00,000-ഓളം CPMൻ്റെ സമരഭടന്മാർ തൊട്ടു പിറ്റേ ദിവസം ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായി തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്യാനിരിക്കെ ആ സമരം ആരംഭിക്കുന്നതിന് തലേ ദിവസം UDFിൻ്റെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി താൻ സംസാരിച്ചുവെന്ന് പച്ച പരസ്യമായി ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരനായി ജോൺ ബ്രിട്ടാസിനെ നമുക്ക് കണക്കാക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CPMലെ ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന ജോൺ ബ്രിട്ടാസ് ആണ് ഇന്ന് കേരളത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നുള്ള സ്ഥാനം നമുക്ക് നൽകാൻ കഴിയുന്നത്.